ചെങ്കാടൽ തീരത്ത് മോശാതൻ കണ്ണുനീർ കണ്ടവൻ എന്നോട് കൂടെയുണ്ട്. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 78 സങ്കീർത്തനം അതിൻ്റെ 60 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തൻ്റെ അവകാശത്തോട് കോപിച്ചു, തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീക്കിരയായി തീർന്നു. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു. അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്ന് വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെ ഉണർന്നു. അവൻ തൻ്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു. അവർക്ക് നിത്യനിന്ദ വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ യോസേഫിൻ്റെ കൂടാരത്തെ ത്യജിച്ചു, എഫ്രയീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ, ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു എന്നാണ് നമ്മളിവിടെ വചനം കേൾക്കുന്നത്. തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വചനം നമ്മളെ കേൾപ്പിക്കുമ്പോഴും, ഇവിടെയും ക്രൈസ്തവ ലോകം നേരിടാനിരിക്കുന്ന പ്രശ്നങ്ങൾ ഇനിയും എത്രയോ ഭയാനകമായ കാര്യങ്ങൾ തന്നെയാണ്. 2020 ഒരു മഹാമാരി വന്ന് സകല സഭകളും അടച്ചതുപോലെ ആരാധനാലയങ്ങളൊക്കെ അടയ്ക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവങ്ങളും ഇനിയും വരാനിരിക്കുന്നത് അതിലും ഭയാനകമായ അനുഭവത്തിലൂടെ തന്നെയാണ്. അവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, അവൻ തൻ്റെ അവകാശത്തോട് കോപിച്ചു, തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീക്കിരയായി തീർന്നു. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായിരുന്നില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു. അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇത് ക്രൈസ്തവ ലോകം നന്നായിട്ട് നേരിടുന്നതായ പ്രശ്നങ്ങൾ വളരെ അകലെയല്ല ദൈവമക്കളെ, അടുത്ത് തന്നെയായിരിക്കുന്നു. ഇപ്പോൾ വരവാനിരിക്കുന്ന അനർത്ഥങ്ങൾ ചെറുതും മാത്രമല്ല, ഒരുപാട് കണ്ണുനീരിനും ഇരവരുന്ന ഒരു കാര്യം, ശവങ്ങൾ വാരിക്കൂട്ടി ഇടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം വരാനിരിക്കുന്ന സംഭവമായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ, നമ്മളെവിടെയായിരുന്നാലും തീക്കകത്ത് വീഴേണ്ടി വന്നാലും തീയുടെ ബലം കെടുത്തുന്നവൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾ ആ മഹത്വം കാണുക തന്നെ ചെയ്യും. മുന്നിലൊരു ചെങ്കടൽ കാണേണ്ടി വരുമ്പോൾ പിന്നിലെ ശത്രു സൈന്യവും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നിലോട്ടോ മുന്നിലോട്ടോ ഓടുവാനായിട്ട് രക്ഷപ്പെടാനൊരു വഴിയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് സമുദ്രത്തിലും വഴി തുറന്നു കൊടുക്കുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. അങ്ങനെ ഒരു അത്ഭുതമേറിയ സാക്ഷ്യങ്ങളും കൂടെ നമുക്കിനിയും വരുന്ന ആളുകൾ കേൾക്കാനും കാണുവാനും ഉണ്ടായിരിക്കെ, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കൊക്കെ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ക്രൈസ്തവ ലോകം നേരിടാനിരിക്കുന്ന മഹാകഷ്ടങ്ങൾ ഏറ്റവും വലുതായിരിക്കുമ്പോൾ കർത്താവേ, അങ്ങേക്ക് വേണ്ടി രക്തസാക്ഷിയായി തീരേണ്ടി വന്നാൽ അത് ഭാഗ്യമെന്ന് കരുതിക്കൊണ്ട് അവസാന ശ്വാസം ദൈവമെടുക്കും വരെ എൻ്റെ പ്രിയന് വേണ്ടി പാടുവാൻ, സാക്ഷിയായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വിശ്വസിക്കുന്ന മക്കൾ ദൈവമഹത്വം കാണുമല്ലോ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ക്രൈസ്തവ ലോകം നേരിടുന്നതായ മഹാകഷ്ടങ്ങൾ കടന്നു വരാനിരിക്കെ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ തന്നെ നോക്കുവാൻ വിശ്വസിക്കുന്ന മക്കൾ കൃപയും കൃപാവരങ്ങളും പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അത്ഭുതമേറിയ വീര്യപ്രവർത്തികൾ കാണുവാൻ, യഹോവ എനിക്ക് വേണ്ടി വലിയവ ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ, സ്തോത്രം.